നമസ്കാരം. UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി വെറും തട്ടിപ്പാണെന്ന് തിരഞ്ഞെടുപ്പ് സമയത്ത് LDF പറഞ്ഞതൊക്കെ വളരെ സത്യമാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. അങ്ങനെ 102 സീറ്റിൽ ജയിച്ച് അധികാരത്തിലെത്തിയ UDF ഇന്ദിരാ ഗ്യാരണ്ടി അത് വെറും തട്ടിപ്പാണെന്ന് അവർ കാണിച്ചു തരികയാണ്. 3000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കും എന്നതായിരുന്നല്ലോ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം. 25-ാം തീയതി മുതൽ ഞങ്ങൾ ക്ഷേമ പെൻഷൻ വിതരണം നടത്തി തുടങ്ങുമെന്ന് പറഞ്ഞത് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന മുഖ്യമന്ത്രിയാണ്. അങ്ങനെ 25-ാം തീയതിയും കഴിഞ്ഞു, പെൻഷൻ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നില്ല. ജനങ്ങൾ ചോദിക്കുന്നു എവിടെ ഞങ്ങളുടെ പെൻഷൻ എന്ന്. ഞങ്ങൾക്ക് പിണറായിയുടെ കാലത്ത് 2000 കറക്റ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്, എവിടെ ഞങ്ങളുടെ പെൻഷൻ എന്ന് ചോദിക്കുകയാണ്. ആ ജനങ്ങളോട് എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ. ഇവർ അധികാരത്തിൽ വന്നപ്പോഴൊക്കെ നിങ്ങളെയൊക്കെ ദ്രോഹിച്ച ചരിത്രം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. എപ്പോഴെങ്കിലും പെൻഷൻ ഇവർ കറക്റ്റായി തന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 18 മാസം മുടക്കിയ പെൻഷൻ ഒരുമിച്ച് തന്നു തീർത്ത് പിന്നീട് പെൻഷൻ ഉയർത്തിയ ഒരു സർക്കാർ ആയിരുന്നില്ലേ പിണറായി വിജയന്റെ സർക്കാർ? അനുഭവിക്കുക എന്നല്ലാതെ ഒന്നും പറയാനില്ല. എന്തായാലും ഈ വിഷയത്തിൽ CPM ഒരു പ്രതിഷേധ കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്: 10 വർഷത്തിന് ശേഷം പെൻഷൻ ലഭിക്കാത്ത പെരുന്നാൾ ദിനം. UDF സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യ വിശേഷ അവസരമായ ബക്രീദിന് പോലും പെൻഷൻ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. 25 മുതൽ പെൻഷൻ നൽകുമെന്ന് VD സതീശൻ പ്രഖ്യാപിച്ചെങ്കിലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ അക്കൗണ്ടിൽ പണം എത്തിയില്ല. LDF സർക്കാരിന്റെ കാലത്ത് ഓണം, ക്രിസ്മസ്, ചെറിയ പെരുന്നാൾ തുടങ്ങി മലയാളികളുടെ എല്ലാ വിശേഷ അവസരങ്ങളിലും മുൻകൂറായി ക്ഷേമ പെൻഷൻ ഉറപ്പാക്കിയിരുന്നു. കഴിഞ്ഞ വിഷുവിനടക്കം 2 മാസത്തെ പെൻഷൻ ആളുകളിലെത്തി. 18 മാസം ക്ഷേമ പെൻഷൻ മുടക്കിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തേക്കുള്ള തിരിച്ചുപോക്കിന്റെ തുടക്കമാണിതെന്നാണ് ആളുകൾ പറയുന്നത്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിൽ എത്തിയവരാണ് നിലവിലുള്ള പെൻഷൻ പോലും കൃത്യമായി ആളുകളിൽ എത്തിക്കാത്തതെന്നാണ് CPM പറയുന്നത്. തീർച്ചയായിട്ടും അത് സത്യമാണ്. എന്തായാലും ഇന്ന് നിരവധി ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിലേക്ക് വിളിച്ചത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് വിളിച്ച ഒരു അമ്മയുടെ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് കേൾക്കാം. ആ പെൻഷൻ കാത്തു നിന്ന ആളുകളുടെ കഥന കഥ അതൊന്നും അറിയണമല്ലോ. എന്താ, ഒന്ന് കേട്ടു നോക്കൂ. പെൻഷൻ കിട്ടിയായിരുന്നോ? പെൻഷൻ കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയില്ല. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തൊക്കെ പെൻഷൻ കിട്ടിയിരുന്നോ? കറക്റ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ ഈ തവണ 3000 രൂപ വെച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ എത്തിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു നിലവിൽ ചെയ്യാനുള്ള പ്ലാൻ? പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങള് അതിലൂടെ ഓടുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. പിള്ളേരുടെ ഫീസിന്റെ കാര്യങ്ങളൊക്കെ ഓടുന്ന കാര്യങ്ങളായിരുന്നു പെൻഷൻ. മരുന്ന് മേടിക്കാനും ഒക്കെ ഇത് വലിയ ഉപകാരമാണ്. ഹോസ്പിറ്റൽ കേസ് വന്നാലും നമ്മൾ ഉപയോഗിക്കാറുള്ളതായിരുന്നു. ഇതിപ്പോ പെട്ടെന്ന് ഈ പെൻഷനൊക്കെ കിട്ടുന്നത് മുടങ്ങുന്നത് കാണുമ്പോൾ ഒരു പേടി തോന്നുന്നുണ്ടോ? ഒരു ടെൻഷൻ ഉണ്ട്, കാരണം ഒരു സൈഡ് സഹായം പോലെ ഉള്ള ഒരു കാര്യമാണ് അത്. കിട്ടുന്നത് വലിയൊരു ഉപകാരമായിരുന്നു. ഈ ഇപ്പൊ പൊതുവെ 3000 രൂപ എന്ന് കേട്ടപ്പോ ഒരു സന്തോഷം തോന്നിയിരുന്നു ഈ സർക്കാർ? സന്തോഷമായിരുന്നു. നമ്മുടെ കുറച്ചുകൂടെ ഒരു സഹായം ആവൂലോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. അല്ല, ഇത് പൊതുവെ അവരങ്ങനെ പറയുമ്പോഴും ഇവര് കഴിഞ്ഞ തവണയൊക്കെ 18 മാസമൊക്കെ മുടക്കിയിട്ടുള്ള ആളുകളാണ് ഈ UDF സർക്കാർ. അവര് 3000 ആയിട്ട് കറക്റ്റ് ആയിട്ട് തരുമെന്നുള്ളൊരു പ്രതീക്ഷ എന്നാലും ഉണ്ടായിരുന്നു ഉള്ളിനുള്ളിൽ. പ്രതീക്ഷ അവര് പറഞ്ഞതനുസരിച്ച് നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷിച്ചായിരുന്നു, കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു. ഈ തുടക്കം തന്നെ ഇവർ ഇത് തരാതിരിക്കാൻ നേരത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പൊതുവെ അനുഭവപ്പെടുന്നുണ്ട്. പൊതുവെ ഉണ്ട്. വോട്ട് ചെയ്തൊക്കെ എല്ലാവരും ഈ പറയും പോലെ വെറുതെ ആയെന്ന് തോന്നുന്നുണ്ട്. പൊതുവെ അങ്ങനെ ഒരു ഇതുണ്ട്, നമുക്കുണ്ട്. കിട്ടാതെ വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിനേക്കാൾ ഭേദമായിരുന്നു പഴയ സർക്കാർ എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. മുടങ്ങിയിട്ടില്ല, എല്ലാം കൊണ്ട് എല്ലാ മാസവും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 3-4 വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന കാര്യമാണ്. കറക്റ്റ് ആയിട്ട് അക്കൗണ്ടിൽ വന്നോണ്ടിരുന്നു. ഒരു മാസം മുടങ്ങിയാലും അടുത്ത മാസം നമുക്ക് കറക്റ്റ് ആയിട്ട് അവര് 2 മാസത്തെയും കൂട്ടിയിട്ട് തരുമായിരുന്നു. കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ. ഒരു മാസം പെൻഡിങ് വന്നാലും കഴിഞ്ഞ സർക്കാർ ഉണ്ടായിരുന്നപ്പോ അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നതാ. ഈ പ്രാവശ്യം കിട്ടിയിട്ടേ ഇല്ല. ഇനിയിപ്പോ ഈ നിലവിൽ ഇപ്പൊ പെൻഷൻ മുടങ്ങുന്നു, ഇപ്പൊ ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ആകുമെന്നുള്ളൊരു പേടിയുണ്ടോ? ഈ സൗജന്യ യാത്ര തീർച്ചയായും ഉണ്ട്. ഒരു വിശ്വാസവും ഇല്ല. KSRTCയുടെ കാര്യത്തിലാണെങ്കിലും ഒരു വിശ്വാസമില്ല. ഈ പൊതുവെ എല്ലാ KSRTC ബസ്സിലും ഫ്രീ യാത്ര എന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോ ആലോചിക്കട്ടെ എന്നുള്ള മാനദണ്ഡങ്ങളൊക്കെ വരാൻ പോവാണ്. അതൊക്കെ കേട്ടായിരുന്നു? അത് കേട്ടായിരുന്നു. ഓരോ മാസം 15 നീട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അതിലും വലിയ ഉറപ്പും വിശ്വാസവും ഒന്നും ഇല്ല കിട്ടുമെന്നുള്ള ഒരു ബസ്. കാരണം നമ്മളൊക്കെ ബസ്സിനെ ആശ്രയിക്കുന്ന ആൾക്കാരെ കൂടുതൽ. പെൻഷനും ഇല്ല, ഈ പറയുന്ന പോലെ വിലകയറ്റവും ഒക്കെ ഭയങ്കരമായിട്ട് കത്തി കയറുകയാണ്. ഇതൊക്കെ വന്നതോടെ തന്നെ ആ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അതിന്റേതായ ബുദ്ധിമുട്ട് സാധാരണക്കാരെ വല്ലാതെ വലപ്പിക്കുന്നുണ്ടെന്ന് തോന്നണല്ലേ? ഉറപ്പായിട്ടും. ഇതൊന്നും നമ്മുടെ ഒരു മാധ്യമവും വാർത്തയാക്കില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെയാണ്. പെൻഷൻ 3000 രൂപ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച ഒരു സർക്കാരാണെന്ന് കേരളം ഭരിക്കുന്നതെന്ന് ഒരു മനോരമയും പറയില്ല, ഒരു പരുത്തിക്കാടും പറയില്ല, ഒരു മാധ്യമവും പറയില്ല. അതാണ് UDF സർക്കാരിന് കിട്ടുന്ന പരിഗണന എന്ന് പറയുന്നത്.
ആ പൈസ കിട്ടി ഇതാപ്പോ ആ വോയിസിൽ കേട്ടില്ല, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കാത്തിരിക്കുന്ന 64 ലക്ഷം ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അവരുടെയൊക്കെ ചങ്കത്ത് ചവിട്ടുന്ന പരിപാടിയാണ് ഇപ്പോൾ ഈ സർക്കാർ കാണിച്ചിട്ടുള്ളത്. അല്ലെങ്കിലും ഈ സർക്കാർ അധികാരത്തിൽ കയറിയിൽ പിന്നെ ജനങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഗുണമുണ്ടോ? പാവങ്ങളെ ചവിട്ടി അരയ്ക്കുകയല്ലേ. ലൈഫ് മിഷൻ നിർത്തലാക്കിയിരിക്കുന്നു, പാലിയത്തുകാവിൽ ബൂട്ടിട്ട ഷൂ കൊണ്ട് സമരം ചെയ്യുന്ന ആളുകളുടെ ചങ്കത്ത് ചവിട്ടുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ധനമന്ത്രി കൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് ആലോചിക്കണം. പൂർണ്ണ പരാജയമാണ് അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിലും ധനമന്ത്രി എന്ന നിലയിലും എന്ന് തെളിയിക്കുകയാണ്. പ്രതിപക്ഷമായിരുന്ന സമയത്ത് പറഞ്ഞിരുന്ന നുണ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയാകുമ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ലല്ലോ, അതായത് ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തല്ലേ അന്ന് ഇങ്ങനെ പറഞ്ഞത്. പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുന്ന സമയത്ത് സതീശൻ പറയുകയാണ് കേരളത്തിന്റെ നികുതി കുറച്ചാൽ മതി, ജനങ്ങൾക്ക് പെട്രോൾ ഡീസലും ഒക്കെ വില കുറച്ച് കൊടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. എന്നിട്ടിപ്പോ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയല്ലേ, എന്തുകൊണ്ടാണ് നികുതി കുറയ്ക്കാത്തത്? പെട്രോളിനും ഡീസലിനും വില അങ്ങനെ കുത്തനെ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്, അദ്ദേഹം ഒരു ഇടപെടലും നടത്തുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പൈസ മാത്രമാണോ? ആശമാരെ പറഞ്ഞു പറ്റിച്ചില്ലേ? 21,000 രൂപയാക്കുമെന്ന് പറഞ്ഞ അവസാനം വെറും 3,000 രൂപ മാത്രം ഉയർത്തി അവരെ പറ്റിച്ചില്ലേ? അതുപോലെ തന്നെ എത്ര സംഭവങ്ങളാണ്, എത്ര വാഗ്ദാനങ്ങൾ പൊളിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. KSRTC ജീവനക്കാരുടെ അവസ്ഥ പരിതാപകരം. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി. അങ്ങനെ മുച്ചൂടും കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഈ സർക്കാർ ഇങ്ങനെ ഞെക്കിപ്പിഴിയുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. UDF സർക്കാർ എന്ന് പറയുന്ന സർക്കാർ ഒരു കഴിവുകെട്ട സർക്കാരാണെന്നും 10 വർഷം ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നിട്ട് ഒന്നും പഠിച്ചില്ലെന്നും അവർ കാണിച്ചു തരികയാണ്. വിശേഷ ദിവസങ്ങൾക്ക് മുമ്പ് പെൻഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടായിരുന്നു എന്ന് അറിയാമോ? ഈ പെൻഷൻ കിട്ടിയിട്ട് വിശേഷ ദിവസം ആഘോഷിക്കാൻ നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടെന്ന് കഴിഞ്ഞ സർക്കാരിന് അറിയാമായിരുന്നു. വിശേഷ ദിവസത്തിന്റെ തലേ ദിവസമെങ്കിലും അല്ലെങ്കിൽ അതിനു മുമ്പെങ്കിലും ഇത്തരത്തിൽ പെൻഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അത് അവർക്കൊരു വലിയ ഒരു ആശ്വാസമാകുമെന്ന് ആ സർക്കാരിന് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ സർക്കാർ ഒരു വല്ലാത്ത സർക്കാരാണെന്ന് പറയാതെ വയ്യ. ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം, ഞങ്ങളാണ് യഥാർത്ഥ ലെഫ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കാട്ടിക്കൂട്ടിലാണ് VD സതീശൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥ ലെഫ്റ്റുമല്ല, നിങ്ങൾ യഥാർത്ഥ റൈറ്റുമല്ല, നിങ്ങൾ ഒന്നുമല്ല എന്ന് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ അധികാര കസേരയിൽ പ്രതിപക്ഷത്തിരുന്ന യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരു മുന്നണിയെ ഭരണപക്ഷത്ത് കൊണ്ടുപോയി എത്തിച്ചത്. എന്നിട്ടിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പറഞ്ഞതൊന്നും അവർ പ്രാവർത്തികമാക്കാതെ അവരെ വിശ്വസിച്ച ഒരു ജനതയെ പറ്റിക്കുന്ന കാഴ്ച കാണുകയാണ്. ഇത് കണ്ടൊന്നും ഒരു സഖാവും ചിരിക്കില്ല എന്നുള്ള കാര്യം തന്നെ തുറന്നു പറയട്ടെ. കാരണം ഇത് നിങ്ങൾ ഏണി വെച്ച് പിടിച്ചതാണെങ്കിൽ പോലും ആ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി സഖാക്കളും പ്രതിപക്ഷവും ശക്തമായ ശബ്ദമുയർത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു പാവപ്പെട്ടവന്റെയും ദയനീയ അവസ്ഥ കണ്ട് ചിരിക്കുന്നവരല്ല പ്രതിപക്ഷത്തുള്ളത് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ കേരളത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രതിസന്ധി നിമിഷങ്ങളിൽ ഒന്നും കൈത്താങ്ങായി കഴിഞ്ഞ സർക്കാർ ആ ജനങ്ങൾക്കൊപ്പം, ആ വിഭാഗങ്ങൾക്കൊപ്പം ഉണ്ടാകുമായിരുന്നില്ല. പെൻഷൻ വർദ്ധിപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് ആരാണ്? അത് കഴിഞ്ഞ സർക്കാർ തന്നെയല്ലേ. ഓരോ ഘട്ടത്തിലും ആ സർക്കാർ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാഴ്ചയുണ്ടായി. 3000 രൂപ പെൻഷൻ ഞങ്ങൾ കൊടുക്കുമെന്ന് UDF പറഞ്ഞപ്പോൾ അത് നിങ്ങൾ കൊടുക്കൂ, നല്ലതാണെന്നല്ലേ പറഞ്ഞത്, അല്ലാതെ അത് കൊടുക്കരുത് എന്ന് പറഞ്ഞ ഒരു പ്രതിപക്ഷത്തെ അല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനക്ഷേമ പദ്ധതികൾ ഒന്നും തന്നെ മുടക്കരുത്, ജനക്ഷേമ പദ്ധതികളൊക്കെ ജനങ്ങളുടെ കയ്യിൽ എത്തണമെന്നും അതൊക്കെ ജനങ്ങൾക്ക് ആശ്വാസമാണെന്നും അതൊക്കെ അവരുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് ആഹ്വാനം ചെയ്ത ഒരു പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. എന്നാൽ UDF സർക്കാർ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഇത്തരത്തിൽ കേന്ദ്രം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളത്തെ വരിഞ്ഞു മുറുങ്ങുന്ന ഒരു ഘട്ടത്തിൽ പോലും നിങ്ങൾക്ക് സർക്കാരിനൊപ്പം ഉണ്ടാകുമെന്ന് പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സർക്കാരിന് ഒപ്പം നിന്നുകൊണ്ട് ഒരു കേരളത്തിനോടൊപ്പം നിന്നുകൊണ്ട് ശക്തമായ ഒരു നല്ലൊരു പ്രതിപക്ഷമാകാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിനെയൊക്കെ അതിജീവിച്ചായിരുന്നു കഴിഞ്ഞ സർക്കാർ കറക്റ്റായി ജനങ്ങൾക്ക് പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റി അവർക്ക് വളരെ കറക്റ്റായിട്ട് പൈസ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും ജനം ഇതൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന് എത്ര പറഞ്ഞാലും ജനം കേൾക്കില്ല. 5 വർഷം അനുഭവിക്കുക. ഇവരുടെ അടുത്ത് നിങ്ങൾക്കറിയാമല്ലോ എന്തുകൊണ്ട് പെൻഷൻ തരുന്നില്ല, എന്തുകൊണ്ട് സൗജന്യ യാത്ര അനുവദിക്കുന്നില്ല, എന്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഈ ആരോഗ്യ ഇൻഷുറൻസുകൾ നൽകുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ അവർ പറയും, എന്തു പറയും? ഇങ്ങനെ കൈമലർത്തിക്കൊണ്ട് പറയും, ഇനിയും മന്ത്രിസഭാ യോഗങ്ങൾ ഉണ്ടല്ലോ, എല്ലാം ശരിയാകും എന്ന് പറയും. ഒന്നും ശരിയാകില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും പ്രതിപക്ഷം ഈ വിഷയങ്ങളൊക്കെ സഭയിൽ ഉന്നയിക്കും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. എന്നാലും വല്ലാത്തൊരു ഗവൺമെന്റ് തന്നെയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.